SP ജോക്കോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും കാത്തിരുന്ന ഇന്ത്യൻ റെയിൽവേയുടെ NTPC ഗ്രാജുവേറ്റ് വിജ്ഞാപനത്തെ പറ്റിയാണ്. CN നമ്പർ 05/2024 ആണ്. ഓൺലൈൻ വഴിയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 13 ഒക്ടോബർ 2024 ആണ്. ഗ്രാജുവേറ്റ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിൽ വരുന്ന തസ്തികകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നിവയൊക്കെയാണ്. നമുക്കിനി ഓരോ തസ്തികയെപ്പറ്റി വിശദമായി നോക്കാം. ആദ്യം ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, പേ ലെവൽ 6 വരുന്നതാണ്. 35,400 ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ. പ്രായം എല്ലാ തസ്തികയ്ക്കും 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് നോർമലി. എന്നാൽ കോവിഡ് സമയത്ത് അവസരം നഷ്ടപ്പെട്ടു പോയ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി അപ്പർ ഏജ് ലിമിറ്റ് 36 ആക്കിയിട്ടുണ്ട്. വേക്കൻസി എല്ലാ RRBയിലും കൂടെ കൂട്ടി 1736. അടുത്തത് സ്റ്റേഷൻ മാസ്റ്റർ, പേ ലെവൽ 6 വരുന്നതാണ്. 35,400 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. പ്രായം നേരത്തെ പറഞ്ഞ തന്നെ 994 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഗുഡ്സ് ട്രെയിൻ മാനേജർ, പേ ലെവൽ 5 ആണ്. 29,200 ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ബേസിക് പേ. 3,144 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, പേ ലെവൽ 5, 29,200 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. വേക്കൻസി 1,507. അടുത്തത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, പേ ലെവൽ 5 വരുന്നതാണ്. 29,200 സ്റ്റാർട്ടിംഗ് ബേസിക് പേ. 732 വേക്കൻസി. അങ്ങനെ ഈ 5 തസ്തികകളിലും കൂടെ 8,113 വേക്കൻസികളാണ് ഇന്ത്യൻ റെയിൽവേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പേ ലെവൽ 6 വരുന്ന തസ്തികയ്ക്ക് ഏതാണ്ട് 65,000 രൂപയ്ക്കടുത്തും പേ ലെവൽ 5 വരുന്ന തസ്തികയ്ക്ക് ഏതാണ്ട് 55,000 രൂപയ്ക്കടുത്തും നിങ്ങൾക്ക് മാസം ശമ്പളമായിട്ട് ലഭിക്കുന്നതാണ്. RRB വൈസും റെയിൽവേ സോൺ വൈസുമായിട്ടുള്ള വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ ഈ വിജ്ഞാപനത്തിൻ്റെ അനക്ഷർ ബിയിൽ കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഏതെങ്കിലും ഒരു RRBയിലേക്ക് മാത്രം അപേക്ഷിക്കുക. ഒന്നിൽ കൂടുതൽ RRBയിലേക്ക് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആയി പോകും. സ്റ്റേജസ് ഓഫ് എക്സാം: 2 ഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫോളോഡ് ബൈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് സ്റ്റേഷൻ മാസ്റ്റർ തസ്തികയിലേക്കാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് തസ്തികയിൽ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഗുഡ്സ് ട്രെയിൻ മാനേജർ, സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്നീ തസ്തികയിലാണെങ്കിൽ 2 ഘട്ടം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഫോളോഡ് ബൈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ. ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ വേരിയസ് സ്റ്റേജസ്. അതായത് ആദ്യഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിന്നും 2ാം ഘട്ട കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് റെയിൽവേ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഒഴിവുകളുടെ 15 മടങ്ങ് ആൾക്കാരെയാണ്. അടുത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്കും ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റിലേക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് വേക്കൻസിയുടെ 8 മടങ്ങ് ആൾക്കാരെയാണ്. ഒഴിവുകളുടെ എത്ര മടങ്ങ് ആൾക്കാരെ അടുത്ത ഘട്ടത്തിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് റെയിൽവേ തീരുമാനിക്കുന്നതാണ്. അത് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട്. നെഗറ്റീവ് മാർക്കിംഗ്: കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. അതായത് ഓരോ ക്വസ്റ്റിനും അലോട്ട് ചെയ്തേക്കുന്ന മാർക്കിൻ്റെ 1/3 ആയിരിക്കും നെഗറ്റീവ് മാർക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ്: അതായത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. UR ആൻഡ് EWS 2/1/1989, OBC നോൺ ക്രീമി ലെയർ 2/1/1986, SC/ST 2/1/1984 എന്നിങ്ങനെയായിട്ട് വരും. ലോവർ ലിമിറ്റ് എല്ലാ കാറ്റഗറിക്കും 1/1/2007 ആണ്. അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും പറഞ്ഞ ഡേറ്റ് രണ്ടും ഇൻക്ലൂഡഡ് ആണ്. അടുത്തത് എക്സാമിനേഷൻ ഫീസ്. UR OBC കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 500 രൂപയായിരിക്കും എക്സാമിനേഷൻ ഫീസ്. അതായത് ഈ 500-ൽ 400 രൂപ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തവർക്ക് ബാങ്ക് ചാർജ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അവർക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. PWBD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മെൻ, SC/ST, മൈനോറിറ്റി കമ്മ്യൂണിറ്റി, EBC എന്നീ കാറ്റഗറിയിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 250 രൂപയാണ് എക്സാം ഫീസായിട്ട് വരുന്നത്. അതായത് ബാങ്ക് ചാർജ് ഡിഡക്റ്റ് ചെയ്ത് ബാക്കിയുള്ള തുക ഫസ്റ്റ് സ്റ്റേജ്
കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 90 മിനിറ്റാണ് പരീക്ഷാ സമയം. 100 ക്വസ്റ്റ്യനാണ് വരുന്നത്. അതായത് ജനറൽ അവെയർനെസ് 40 മാർക്ക്, മാത്തമാറ്റിക്സ് 30 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 30 മാർക്ക് എന്നിങ്ങനെയാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ സിലബസ് വ്യക്തമായിട്ട് വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഏതൊക്കെ പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആദ്യഘട്ട കമ്പ്യൂട്ടർ പരീക്ഷയിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെയാണ് രണ്ടാം ഘട്ട പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഏതൊക്കെ കാറ്റഗറിയിലേക്കാണ് ഈ രണ്ടാം ഘട്ട കമ്പ്യൂട്ടർ പരീക്ഷ ആപ്ലിക്കബിൾ എന്ന്. എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റാണ്, 120 മാർക്കിനാണ് വരുന്നത്. ജനറൽ അവെയർനെസ് 50 മാർക്ക്, മാത്തമാറ്റിക്സ് 35 മാർക്ക്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 35 മാർക്ക്. ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ്, അതായത് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് എന്നീ തസ്തികയിലേക്ക് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ ടൈപ്പിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 30 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ 25 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദി ഓൺ പേഴ്സണൽ കമ്പ്യൂട്ടർ ഒള്ളി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന സ്പീഡ് അത്യാവശ്യമാണ്. അതായത് കമ്പ്യൂട്ടർ ടെസ്റ്റ് പാസ്സാവുന്നതിന് വേണ്ടി ഈ മുകളിൽ പറഞ്ഞ തസ്തികയിലേക്ക്. വിജ്ഞാപനത്തിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഏതൊക്കെ കാറ്റഗറിയിലേക്ക് ഏതൊക്കെയാണ് ആപ്ലിക്കബിൾ എന്ന്. അതായത് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, സ്കിൽ ടെസ്റ്റ്, ഇതൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് ടേബിളിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മനസ്സിലാക്കാം. വിദ്യാഭ്യാസ യോഗ്യത: ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കൊരു അംഗീകൃത സർവകലാശാലയിൽ നിന്നോ ബോർഡിൽ നിന്നോ ഉള്ള ബിരുദം മാത്രം മതി. എന്നാൽ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആണെങ്കിൽ അവർക്ക് ഡിഗ്രിയുടെ കൂടെ ടൈപ്പിംഗ് പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ പറഞ്ഞിരിക്കുന്ന ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവസാന പട്ടികയിലേക്ക് അവർ പരിഗണിക്കുകയുള്ളൂ. അനക്ഷർ ബിയിൽ ഓരോ തസ്തികയുടെയും RRB വൈസായിട്ടുള്ള വേക്കൻസി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് RRBയിലേക്കാണ് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേക്കൻസി നോക്കി ഏതെങ്കിലും ഒരു തസ്തികയിലേക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. RRB തിരുവനന്തപുരത്തിന് കീഴിൽ എത്ര വീതം വേക്കൻസികളുണ്ട് ഓരോ തസ്തികയിലേക്കും എന്ന് നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 21 UR, SC 10, ST 7, OBC 8, EWS 5, ടോട്ടൽ 51. സ്റ്റേഷൻ മാസ്റ്റർ 27 UR, SC 8, ST 4, OBC 17, EWS 9, ടോട്ടൽ 65. ഗുഡ്സ് ട്രെയിൻ മാനേജർ 17 UR, SC 11, ST 11, OBC 7, EWS 6, ടോട്ടൽ 52. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് UR 2, SC 1, ST 1, OBC 1, EWS 1, ടോട്ടൽ 6. ടോട്ടൽ തിരുവനന്തപുരത്തിന് കീഴിൽ 174 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. RRB തിരുവനന്തപുരം അല്ലാതെ RRB ചെന്നൈ, RRB ബാംഗ്ലൂർ എന്നീ RRBകളിലേക്ക് ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും ആപ്ലിക്കേഷൻ കൊടുക്കാറുണ്ട്. കാരണം അവിടുത്തെ വേക്കൻസി വെച്ചാണ് തിരുവനന്തപുരം RRBയേക്കാളും കൂടുതൽ വേക്കൻസികൾ അവിടെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. നമുക്കിനിയും RRB ചെന്നൈയുടെ വേക്കൻസികൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ 68 UR, SC 23, ST 12, OBC 37, EWS 15, ടോട്ടൽ 155. അടുത്തത് സ്റ്റേഷൻ മാസ്റ്റർ UR 3, SC 1, ST 1, OBC 2, EWS 1, ടോട്ടൽ 8. ഗുഡ്സ് ട്രെയിൻ മാനേജർ UR 4, SC 1, ST 1, OBC 2, EWS 1, ടോട്ടൽ 9. ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് ICF ആണെങ്കിൽ UR 12, SC 4, ST 2, OBC 7, EWS 0, ടോട്ടൽ 25. SR ആണെങ്കിൽ 58 UR, 22 SC, ST 11, 39 OBC, EWS 14, ടോട്ടൽ 144 വേക്കൻസി. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഇൻ്റഗ്രൽ കൊച്ചി ഫാക്ടറി ആണെങ്കിൽ UR 12, SC 3, ST 2, OBC 1, EWS 1, ടോട്ടൽ 19. സദേൺ റെയിൽവേ സോണായിട്ട് 38 UR, ST 5, SC 11,
OBC 17, EWS 5, ടോട്ടൽ 76. ടോട്ടൽ RRB ചെന്നൈയുടെ കീഴിൽ 436 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് RRB ബാംഗ്ലൂരിൻ്റെ കീഴിൽ വരുന്ന വേക്കൻസികളൂടി ശ്രദ്ധിച്ച് നോക്കാം. ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ UR 22, SC 7, ST 4, OBC 13, EWS 15, ടോട്ടൽ 51. സ്റ്റേഷൻ മാസ്റ്റർ 50 UR, SC 16, ST 7, OBC 32, EWS 11, ടോട്ടൽ 116. ഗുഡ്സ് ട്രെയിൻ മാനേജർ UR 97, SC 35, ST 17, OBC 64, EWS 24, ടോട്ടൽ 237. ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് UR 35, SC 13, ST 7, OBC 24, EWS 9, ടോട്ടൽ 88. സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് SWR UR 2, ടോട്ടൽ 2. RWF ആണെങ്കിൽ ST 1, OBC 1, ടോട്ടൽ 2. ടോട്ടൽ 496 വേക്കൻസികളാണ് ബാംഗ്ലൂരിൻ്റെ കീഴിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ വേക്കൻസികൾ RRB ബാംഗ്ലൂരിൻ്റെ കീഴിലും RRB ചെന്നൈയുടെ കീഴിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഏത് RRBയിലേക്ക് കൊടുക്കണമെന്ന് നല്ല വ്യക്തമായിട്ട് ആലോചിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഏതെങ്കിലും ഒരു RRBയിലേക്ക് കൊടുക്കുക. വേക്കൻസി വൈസ് നോക്കി ഉദ്യോഗാർത്ഥികൾ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തി വേണം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ. അതായത് ഇതിനു മുമ്പ് ഏതെങ്കിലും RRBയുടെ നോട്ടിഫിക്കേഷൻ്റെ കീഴിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പിന്നീട് രജിസ്ട്രേഷൻ നടത്തേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു RRBയിലേക്ക് മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപേക്ഷിക്കുന്നതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പിന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് മറ്റുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട്. വിജ്ഞാപനത്തിൻ്റെ ലിങ്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്നെത്തിയിരിക്കുന്ന സുവർണാവസരമാണ് ഈ NTPC ഗ്രാജുവേറ്റ് വിജ്ഞാപനം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. കൂടാതെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്